ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാനും അവൻ്റെ വചനം പഠിക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അർത്ഥസമ്പൂർണമായ പ്രാർത്ഥനാ ജീവിതം ഉള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥനയുടെ 3 തലങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ ഇടയായി. പ്രാർത്ഥന ആദ്യത്തെ തലത്തിൽ ചോദിച്ചു വാങ്ങിക്കുകയാണ്. ആദ്യം ചോദിച്ചു വാങ്ങിക്കേണ്ടത് പാപക്ഷമയും പുത്രത്വവുമാണ്. പ്രാർത്ഥന ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ട് ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അങ്ങനെ ആ തലത്തിൽ മാത്രം പ്രാർത്ഥന അവസാനിക്കുന്നുവെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുകയില്ല. രണ്ടാമത്തെ തലത്തിൽ പ്രാർത്ഥന ദൈവിക കൂട്ടായ്മ അനുഭവിക്കുകയാണ്. ആ രണ്ടാമത്തെ തലത്തിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് സകലതും മറക്കുവാനുള്ള ഒരു അനുഭൂതി, ഉണ്ണാനും ഉറക്കാനും മറന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് രണ്ടാമത്തെ തലത്തിൽ പ്രാർത്ഥന. ആ സമയത്താണ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുന്നത്, ദൈവാത്മാവിനാൽ നിറയുന്നത്. അടുത്ത 3-ാം തലത്തിലെ പ്രാർത്ഥനയിലേക്ക് നമ്മെ തയ്യാറാക്കുന്നതാണ് 2-ാം തലത്തിലെ പ്രാർത്ഥന. 3-ാം തലത്തിൽ പ്രാർത്ഥനയിൽ പോരാട്ടമാണ്. എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിൽ പോരാടണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം റോമാലേഖനം 15-ാം അധ്യായത്തിൽ 30, 31, 32 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രാർത്ഥനയിൽ പോരാടാത്ത വിശ്വാസി ദൈവത്തിൻ്റെ തെളിവായ കൽപ്പന ലംഘിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയിൽ പോരാടാത്ത ഒരു വിശ്വാസി ദൈവത്തിൻ്റെ വചനത്തിലുള്ള വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കൽപ്പന ലംഘിക്കുന്നവരാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഈ ആഴ്ചത്തെ വിഷയം, നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ചില്ലെങ്കിൽ, വാട്ട് ഇഫ് വി ഡു നോട്ട് പ്രേ? പ്രാർത്ഥിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വിവരമാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ചുമതലയാണ്, അത് കൽപ്പനയാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ പോരാടാതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യമായി, നാം പ്രാർത്ഥിക്കാതെ യാതൊരു ആത്മീയ കാര്യവും ദൈവം ചെയ്യുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലാതെ യാതൊരു ആത്മീയ കാര്യവും ദൈവം ചെയ്യുകയില്ല. അവൻ സൃഷ്ടികർത്താവാണ്. ആ സൃഷ്ടികർത്താവായ നിലയ്ക്ക് അവൻ പരിപാലകനാണ്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവൻ്റെ മേലും അവൻ മഴ അയക്കും. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രിക്കുന്നു. അവൻ സൃഷ്ടികർത്താവും പരിപാലകൻ എന്ന നിലയ്ക്ക് ആ കർത്തവ്യങ്ങളെല്ലാം അത് ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അതവൻ ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ആത്മീയ കാര്യം സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലാതെ സംഭവിക്കുകയില്ല. നമ്മൾ വായിച്ച വാക്യങ്ങളൊക്കെ ആണല്ലോ പ്രാർത്ഥനയുടെ പിന്നിലെ യുക്തി എന്നുള്ള വാക്യങ്ങൾ ആ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്യങ്ങൾ തന്നെയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. യാക്കോബിൻ 4-ാം അധ്യായം 2-ാം വാക്യം, യാചിക്കായി കൊണ്ട് ലഭിക്കുന്നില്ല. എസെക്കിയേൽ 36:37, ഇസ്രായേൽ ജനം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും, ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിക്കും എന്ന് ഈ വാക്യങ്ങൾ വായിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം പ്രാർത്ഥനയുടെ യുക്തി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പിശാച് ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവം, യഹോവയായ ദൈവം, ഞാൻ മറഞ്ഞിരിക്കുന്ന ദൈവം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് പറയുന്നത്. അവൻ മറഞ്ഞിരിക്കുന്നു. ആദാം പാപം ചെയ്തതിന് ശേഷം അവൻ ഇങ്ങോട്ട് നടക്കാൻ വന്നിട്ടില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ വരികയും അവൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. മറന്നു പോകരുത്, യാതൊരു ആത്മീയ കാര്യവും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലാതെ ദൈവം ചെയ്യുകയില്ല. മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂണ് കിളുത്ത് വരും. അതുപോലെ എവിടെയെങ്കിലും സഭകൾ കിളുത്ത് വരിക സാധ്യമല്ല, അസാധ്യമായ ഒരു കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികൾ കൃത്യമായി ആ സ്ഥലത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ജാഗരിച്ച് ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിച്ച് ചിലരെ തീർന്ന് വലിച്ചെടുത്തെങ്കിൽ മാത്രമേ ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. പിശാചിൻ്റെ കയ്യിലിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. പിശാച് അവരെ കുടുക്കിയിരിക്കുകയാണ്, അവരുടെ മനസ്സ് കുരുടായിരിക്കുകയാണ്, അവർക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം കാണുവാൻ കഴിയുകയില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം,
പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലാതെ ദൈവം യാതൊരു ആത്മീയ കാര്യവും ചെയ്യുകയില്ല. രണ്ടാമത്തെ കാര്യം അത് നേരത്തെ സൂചിപ്പിച്ചതാണ്, ആദ്യത്തെ ദിവസത്തിനെ സൂചിപ്പിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ്. അതിന് ഒരു റെഫറൻസ് ഞാൻ കാണിച്ചു, പക്ഷേ അത് വേദപുസ്തകത്തിലുടനീളമുള്ള ഒരു സത്യമാണ് സമർത്ഥിക്കുവാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാത്രമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25:21 വായിക്കുകയുണ്ടായി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിപ്പിക്കുമെന്നാണ്. എന്നാൽ ഇസ്ഹാക്ക് റിബേക്കയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അറിഞ്ഞ ഒരു സത്യം എന്താ? അവൾ ധാരനായിരുന്നു. അതുകൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യഹോവ അവളുടെ ഗർഭം തുറന്നു എന്നും വായിക്കുന്നു. വളരെ വ്യക്തമായ ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽ പോലെ എൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം ആ വാഗ്ദത്തം നിറവേറ്റുന്നത് ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ്. അബ്രഹാം അനേക വർഷങ്ങൾ ഇസ്ഹാക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു, 4 നൂറ്റാണ്ട് അതിനുവേണ്ടി കാത്തിരുന്നു. അബ്രഹാം ഷോർട്ട് കട്ടൊക്കെ നോക്കിയെങ്കിൽ അതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. നിൻ്റെ ഭാര്യ സാറ പ്രസവിക്കും. അത് വിശ്വസിക്കാൻ വയ്യാത്ത കാര്യം. അനേക വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്ക് ജനിച്ചപ്പോഴും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏകദേശം 20 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ഹാക്കിന് മക്കൾ ജനിക്കുന്നതെന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ സത്യം വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ ഇത് പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഉദാഹരണമായിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ അതിൻ്റെ 22 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ബഥേലിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ വായിക്കുന്നു. അവൻ പുറപ്പെടുകയാണ്, അവൻ ഓടുകയാണ്, ലാബാൻ്റെ സന്നിധിയിലേക്കാണ് ഓടുന്നത്. അപ്പോൾ ആ വഴിയിൽ രാത്രിയിൽ അവിടെ തലവണ വെച്ച് കിടന്ന് ഉറങ്ങി, കല്ലായിരുന്നു. അത് രാത്രിയിൽ സ്വപ്നം കാണുന്നു. ആ ബഥേലിലെ അനുഭവം, ആ ബഥേലിലെ എന്താണ് പറയുന്നത്? അവിടെ വെച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവന് ലഭിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, ഞാൻ ഇവിടെ തിരിച്ചു നിന്നെ കൊണ്ടുവരും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ ബഥേലിൽ വെച്ച് അവന് ലഭിക്കുന്നു. പിന്നെ അടുത്ത ഒരു 20 വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ അവൻ്റെ സ്വയബുദ്ധി ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ ധനികനായിട്ട് മാറുന്നു. എന്നാലും 32-ാം അധ്യായത്തിൽ വരുമ്പോൾ ലാബാൻ്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചോട്ടമാണ്. 32-ാം അധ്യായത്തിൽ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഏകനായി യബ്ബോക്ക് നദീ തീരത്ത് ഏകനായി ഒരു മൽപ്പിടുത്തം. ആ രാത്രിയിലെ മൽപ്പിടുത്തത്തിന് ശേഷം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുന്നു. 2 കൂട്ടമാണ് ആടുമാടുകൾ. ഭൗതിക നന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവൻ ഒരു വടിയുമായിട്ട് അങ്ങോട്ട് പോയി, തിരിച്ചു വരുമ്പോൾ വലിയ കൂട്ടമുണ്ട്, ഭൗതിക നന്മകൾ നിറയുണ്ട്. എന്നാലും അവൻ പറയുന്നത് എന്താ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ നടന്നതോ എന്തൊക്കെയാണ്? ഭൗതിക നന്മകൾ. അത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. അത് ആദ്യം പറഞ്ഞതുപോലെ അത് വിശ്വാസത്തിൻ്റെ പരീക്ഷയാണ്. ചിലരെ ദൈവം പരീക്ഷിക്കുന്നത് ദാരിദ്ര്യത്തിൽ കൂടെയാണ്, ചിലരെ ദൈവം പരീക്ഷിക്കുന്നത് സമൃദ്ധിയിൽ കൂടെയാണ്. ഒരിക്കലും സമൃദ്ധിയോ ദാരിദ്ര്യമോ ദൈവത്തിൻ്റെ അനുഗ്രഹമോ ശാപമാണെന്ന് ഒരിക്കലും ഒരു വിശ്വാസിയും ധരിക്കുവാൻ പാടില്ല. കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കണക്ക് പറയണമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ നാളിലെ വിശ്വാസികളെ പിശാച് വലച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. തമിഴിലെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ മയക്കമെന്നാണ്. ഐശ്വര്യത്തിൻ്റെ മയങ്ങിപ്പോയി. എന്ത് ചെയ്യാനൊക്കും? മയങ്ങുന്ന ആളും ഉറങ്ങുന്ന ആളും ചത്ത് കിടക്കുന്ന ആളും ഒരുപോലെയല്ലേ? ഐശ്വര്യത്തിൻ്റെ മയക്കം, സമ്പത്തിൻ്റെ വഞ്ചന എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് വഞ്ചിക്കുന്നതാണ്, സമ്പത്ത് വഞ്ചിക്കുന്നതാണ്. യാക്കോബ് ആ നദീതീരത്ത് വന്ന് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താണ് സംഭവിക്കുന്നത്? ആ മൽപ്പിടുത്തത്തിൽ അവിടെ വച്ച് അവൻ്റെ പേര് മാറ്റപ്പെടുന്നു. അവൻ ഇതുവരെ യാക്കോബായിരുന്നു, ചതിയനായിരുന്നു. എന്നാൽ അവൻ്റെ പേര് ഇസ്രയേൽ എന്ന് മാറ്റപ്പെടുന്നത് പെനിയേലിൽ വെച്ചാണ്. ബഥേലിൽ വെച്ച് അവന് വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്നാൽ പെനിയേലിൻ്റെ അനുഭവത്തിന് ശേഷമാണ് അവൻ്റെ വാഗ്ദത്തങ്ങൾ അവന് സ്വന്തമാകുന്നത്. നമുക്കെല്ലാവർക്കും വാഗ്ദത്തങ്ങൾ അറിയാം. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകണമെങ്കിൽ ഒരു പെനിയേലിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. പെനിയേലിൻ്റെ അനുഭവം ഇല്ലാത്തവർക്ക്, ദൈവവുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെടാത്തവർക്ക്, കർത്താവെ ഇങ്ങനെ നീ പറഞ്ഞിട്ടുണ്ട്, ഇത് മാത്രമേ സംഭവിക്കുവാൻ പാടുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കയില്ല. ദൈവത്തെ തോൽപ്പിക്കുന്നവൻ
എന്നാണ് ഈ ഹോശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പവർ വിത്ത് ഗോഡ് ആൻഡ് പവർ വിത്ത് മാൻ. ദൈവത്തെയും മനുഷ്യനെയും മത്സരിച്ച് തോൽപ്പിച്ചവൻ. ദൈവം ഈ വിഷയത്തിൽ തോൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പനും മക്കളും കൂടെ കളിക്കുമ്പോൾ അപ്പൻ തോറ്റു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ അനുഭവമാണ്. ദൈവം ഈ വിഷയത്തിൽ ദൈവത്തെ തോൽപ്പിക്കുന്നവർ ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വചനത്തിൽ കൈ ചൂണ്ടി വെച്ച്, കർത്താവേ, ഈ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കുവാൻ ഞാൻ വിടുകയില്ല എന്ന് പറയുവാൻ ധൈര്യമുള്ളവർ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുകയുള്ളൂ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറുന്നത് പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവനെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാത്രം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നു എന്നുള്ളത് ഇസാക്കിൻ്റെ ജീവിതത്തിൽ നാം കണ്ടു, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നാം കാണുന്നു. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ ഇപ്പോൾ 70 വർഷങ്ങൾ കഴിഞ്ഞ് ദാനിയേൽ അവരുടെ ആ പ്രവാസകാലത്തിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു 18 വയസ്സായ ഒരു പയ്യനായിട്ടായിരിക്കാം ദാനിയേൽ അവിടെ പോകുന്നത്. 70 വർഷങ്ങൾ കഴിഞ്ഞ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം അവൻ ഗ്രഹിച്ചു, ഒരു കാലസംഖ്യ അവൻ മനസ്സിലാക്കി. എന്താ? ഈ പ്രവാസകാലം 70 വർഷത്തിന്. 70-ാം വർഷത്തിൽ ജീവിക്കുന്ന ദാനിയേൽ, നമുക്കെന്താ വായിക്കാം? ദാനിയേൽ അതിൻ്റെ 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ദാനിയേൽ അതിൻ്റെ 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. കൽദേ രാജാവായി തീർന്നവനും മേദ്യസന്തതിയിലുള്ള അഹശ്വരേഷിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ജെറമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. 3-ാം വാക്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഇപ്പോൾ 70-ാം വർഷത്തിൻ്റെ ആരംഭത്തിൽ 70-ാം വർഷം കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രവാസകാലം തീരുമെന്ന് മനസ്സിലാക്കിയ ദാനിയേൽ എന്താ ചെയ്യുന്നത്? അവൻ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഉപവാസത്തോടും യാചനകളോടും പ്രാർത്ഥനയോടും അപേക്ഷിക്കേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. എന്താ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ്. ആ കാലത്ത് ഒരു എസ്ര, ഒരു നെഹമായ, ഒരു ദാനിയേൽ, അവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ അവൻ ഈ ഭൂമിയിൽ നിറവേറ്റി. ദൈവജനമേ, മറന്നു പോകരുത്. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ നിർണായകമായതാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ അവൻ നിറവേറ്റിക്കൊണ്ടുവരികയാണ്. എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളുന്നു. എന്നാൽ അതെങ്ങനെയാണ് അവൻ പ്രവർത്തിക്കുന്നത്? ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്. നമുക്കാണ് ഈ സത്യം ആദ്യം മനസ്സിലാക്കി തന്നത്. നാം അതിൽ പരാജയപ്പെട്ടാൽ ദൈവം വേറെ ആളുകളെ എഴുന്നേൽപ്പിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ കാര്യങ്ങൾ അവൻ നിറവേറ്റും. മറന്നു പോകരുത്, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാത്രമാണ് ദൈവം തൻ്റെ കാര്യപരിപാടികൾ നിറവേറ്റുന്നത്. നമുക്കാണ് ഈ സത്യം ആദ്യം മനസ്സിലാക്കി തന്നിരിക്കുന്നത്. നാം പരാജയപ്പെട്ടാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് കുഴപ്പമുണ്ടാകുകയില്ല, നാം ലജ്ജിതരായിത്തീരും. ദൈവം വേറെ ആളുകളെ എഴുന്നേൽപ്പിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തൻ്റെ അനാദി തീരുമാനങ്ങൾ അവർ ഈ ഭൂമിയിൽ നിറവേറ്റും. മറന്നു പോകരുത്, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ അവൻ നിറവേറ്റുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. 2 പത്രോസ് 3:12 പറഞ്ഞിരിക്കുന്നത് എന്താ? അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തവരായിരിക്കാനാണ്. അവൻ്റെ വരവും നമ്മുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മറന്നു പോകരുത്. നാം നമ്മുടെ ജീവചരി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം അവൻ്റെ വരവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. സഹോദരിമാരെ, ഈ ഉറങ്ങാനുള്ള നേരമല്ല, അത് ലാഘവമായിട്ട് ജീവിക്കാനുള്ള നേരമല്ല. ഈ കാലത്ത് കർത്താവിൻ്റെ കാര്യപരിപാടികൾ അവൻ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അതിൽ പങ്കുകാരായി തീരുവാൻ എന്നുള്ളത് അവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. എന്തിനാ ദൈവം തൻ്റെ കാര്യപരിപാടി അങ്ങ് നിറവേറ്റാൻ പോരായോ? എന്തിനാ നമ്മളെ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്? എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ നിത്യകാര്യപരിപാടിയിൽ അവൻ നിറവേറ്റുന്നതിനൊരു പങ്ക് നമുക്ക് തരുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്.
അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ്റെ കാര്യപരിപാടികൾ നമ്മിൽ കൂടെ നിറവേറ്റുമ്പോൾ അതിലൊരു പ്രതിഫലത്തിൻ്റെ പങ്ക് നമുക്ക് തരണമെന്നുള്ള ഒരേ ഒരു കാഴ്ചപ്പാടായിരിക്കാം ഇങ്ങനെ ദൈവം തീരുമാനിച്ചത്. എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്. എന്താ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് മാത്രമാണ് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റും. മറന്നു പോരുത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കടക്കാരാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവജനവും ദൈവസന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ വരവിങ്കൽ ലജ്ജിക്കുമെന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ്റെ വരവിങ്കൽ ചിലരൊക്കെ ലജ്ജിച്ചു പോകാൻ പോവുകയാണ്. എന്നാൽ അവൻ്റെ വരവിങ്കൽ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ എന്താണെന്ന് തേടി കണ്ടുപിടിച്ച്, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവനോട് ചോദിച്ച് ദൈവാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ തൻ്റെ അനാദി തീരുമാനങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റും. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം നിറവേറണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം ഈ ഭൂമിയിൽ നിറവേറണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നിൻ്റെ ഹിതം സ്വർഗത്തിൽ നിറവേറുന്നത് പോലെ ഭൂമിയിലും നിറവേറണമേ. അങ്ങനെയാണല്ലോ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിൽ അവൻ്റെ ഹിതം നിറവേറുന്നു, ഭൂമിയിൽ നിറവേറണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ദൈവഹിതം എന്നുള്ളത് വലിയൊരു കുഴപ്പം പിടിച്ച ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നവർ, ഇന്ത്യക്കാർ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വിധി, തലേവറ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അവൻ്റെ വിധിയാണ് എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇത് എന്ത് നടന്നാലും അത് ദൈവഹിതമാണെന്നങ്ങ് തീരുമാനിച്ചു കൊള്ളുക. അങ്ങനെയാണോ? അത് ദൈവഹിതം. അങ്ങനെ ഒരാൾ മറിഞ്ഞു വീണോ? ദൈവഹിതം. അങ്ങനെ ഇങ്ങനെ ദൈവഹിതത്തെക്കുറിച്ച് വല്ലാത്ത ഒരു ചിന്താക്കുഴപ്പത്തിലാണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുന്നത്. വിധി എന്നുള്ള ആ വാക്ക്, വിധി എന്നുള്ള വാക്ക് വേദപുസ്തകത്തിലില്ല. വിധിക്കും വിശ്വാസത്തിനും തമ്മിൽ യാതൊരു പങ്കുമില്ല. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വിധിയില്ല എന്നുള്ളത് വളരെ കാരണം എന്താ? നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ലെന്നാണ് മത്തായി സുവിശേഷം 17:21. നിങ്ങൾക്കൊന്നും അസാധ്യം. വിധിയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അസാധ്യം? നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം തീരുമാനിച്ചു വെച്ചിട്ടില്ല. ഞാൻ എഞ്ചിനീയർ ആകണോ, ഞാൻ ഡോക്ടറാകണോ, ഞാൻ തൂപ്പുകാരനാകണോ എന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടില്ല. അത് അവരവർ തീരുമാനിക്കുകയാണ്. ചിലർ ദൈവത്തോട് ചോദിച്ചിട്ട്, കർത്താവ് എന്തിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചിട്ട് ചെയ്യും. അല്ലാത്തവർ അല്ലാതെ ചെയ്യും. എന്നാലും എൻ്റെ ഭാവി ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഭാവിയിൽ ഞാൻ ആരായിരിക്കുമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എപ്പം മരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. DNA-യിൽ കുറിച്ച് കാണുമായിരിക്കും ഇത്ര വർഷം ജീവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സഭാപ്രസംഗി 7:17 പറഞ്ഞിട്ടുണ്ട്, മൂഢരാകരുത്, കാലത്തിന് മുമ്പ് എന്തിനു മരിക്കണം? മൂഢന്മാർ കാലത്തിന് മുമ്പ് മരിക്കും. അങ്ങനെയാണല്ലോ 1 കൊരിന്ത്യർ 11 വായിക്കുന്നത്, നിങ്ങളിൽ ചിലർ രോഗികളാകുന്നു. അത് ദൈവഹിതമല്ല, അപാത്രമായി ഈ പാത്രത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ചിലർ മരിക്കുകയും ചെയ്യുന്നു, ചിലർ നിദ്ര കൊള്ളുന്നെന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ദൈവം തീരുമാനിച്ചു വെച്ചിട്ടില്ല ഞാൻ എപ്പോഴാണ് മരിക്കണമെന്ന്. എൻ്റെ ജീവിതചര്യയാണ്, മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം നിറവേറണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവഹിതം 3 തലത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ സോവറിൻ വിൽ, പരമാധികാരത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ എവിടെ ജനിക്കണമെന്ന് ആരാ തീരുമാനിച്ചത്? അപ്പോസ്തലപ്രവൃത്തികൾ 17:26. അവൻ അതിരുകൾ വെച്ചിരിക്കുന്നു എന്നാണ് ഇരിക്കുന്നത്. കാലങ്ങളും അതിരുകളും വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത്? എൻ്റെ DNA ഫാക്ടർ എന്തായിരിക്കും? എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നൊക്കെ ദൈവം അവൻ്റെ പരമാധികാരത്തിൽ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞാൻ ഉച്ചയും കുതിർന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് എൻ്റെ ജന്മസ്ഥലം മാറ്റാൻ പറ്റത്തില്ല. അത് ദൈവം തൻ്റെ പരമാധികാരത്തിൽ അവൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഭൂമിയെ അതിര് വെച്ച് ഇട്ടപ്പോൾ വലിയ രസമായ ഒരു വാക്യം ആവർത്തന പുസ്തകത്തിൻ്റെ 32:8 ഉണ്ട്. വായിച്ചു നോക്കിക്കോണം. അവൻ ഇസ്രയേൽ മക്കൾക്ക് അവരുടെ അവകാശം കൊടുത്തതിന് ശേഷമാണ് ബാക്കി എല്ലാവരെയും എവിടെ താമസിക്കണം. ഭൂമിയുടെ മധ്യഭാഗത്ത് ഇസ്രയേലിന് സ്ഥലം കൊടുത്തു. എന്നതിന് ശേഷം ബാക്കി എല്ലാവരെയും അവിടങ്ങളിലൊക്കെ താമസിപ്പിച്ചു. അപ്പം പരമാധികാരത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല. എന്നാൽ ദർ ഈസ് സംതിങ് കോൾഡ് പെർമിസീവ് വിൽ, അവൻ്റെ അനുവദിക്കപ്പെട്ട ഹിതം. അവൻ
ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഒരു മനുഷ്യരെയും നീ ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എന്നും പറഞ്ഞ് ആരെയും കഴുത്തെ പിടിച്ച് ഓടിച്ചിട്ട് തൻ്റെ ഹിതം നിറവേറ്റണമെന്ന് ദൈവം പറയുകയില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സഭാപ്രസംഗി 11:9 വായിക്കുന്നു, യൗവനക്കാരാ നിൻ്റെ മനസ്സ് സന്തോഷിക്കട്ടെ, നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, പക്ഷേ ഒടുവിലൊരു ന്യായവിധി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ ഈ ജീവിതകാലത്ത് ആരെയും ദൈവം നിർബന്ധിക്കുന്നില്ല. ആരെയും ദൈവം എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഇഷ്ടം പോലെ ജീവിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചോളൂ. നന്മയും തീമയും നിൻ്റെ മുമ്പിലുണ്ട്, മരണവും ജീവനും നിൻ്റെ മുമ്പിലുണ്ട്, അനുഗ്രഹവും ശാപവും നിൻ്റെ മുമ്പിലുണ്ട്. അതെല്ലാം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് എന്താണ് സംഭവിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുക. അനുഗ്രഹമാണോ ഈ വഴി പോകുക, ശാപമാണോ ആ വഴി പോകുക. ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാം എന്ന് ദൈവം സകല മനുഷ്യരെയും അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിനൊരു പരിപൂർണ ഹിതമുണ്ട്, എ പെർഫെക്റ്റ് വിൽ. എല്ലാ മനുഷ്യരും ഈ രീതിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എന്നാൽ ഈ രീതിയിൽ എല്ലാവരും ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആരെ ഓടിച്ചിട്ട് രക്ഷിക്കുന്നില്ല. സകല മനുഷ്യരും സകല വിശ്വാസികളും വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് അവൻ്റെ പെർഫെക്റ്റ് വിൽ, അവൻ്റെ പരിപൂർണ ഹിതം. സകല മനുഷ്യരും ഏത് രീതിയിൽ ഉയർന്ന തലത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം തൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 12:2 വാക്യമാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം. ആ വാക്യമാണ് പറയുന്നത്, അവൻ്റെ പൂർണ്ണ ഹിതം, ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്ക് ആ ദൈവത്തിൻ്റെ പരിപൂർണ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ചില ഹിതമുണ്ട്. ഉദാഹരണമായിട്ട് 1 തെസ്സലോനിയർ 5:14-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തെസ്സലോനിയർ 5:14-18 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ദൈവഹിതം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ദൈവഹിതം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിയർ 5:14, 15, 16, 17 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്, ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വായിക്കാം. എല്ലാ വിശ്വാസികളും ഈ രീതിയിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. 1 തെസ്സലോനിയർ 5:14. എന്താ 14 പറയുന്നത്? സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവഹിതം. ഈ രീതിയിൽ എത്ര പേർ ജീവിക്കുന്നുണ്ട്? ഈ രീതിയിൽ എത്ര വിശ്വാസികൾ ജീവിക്കുന്നുണ്ട്? എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തിരിപ്പീൻ. ഇതാണ് ദൈവഹിതം. അത് വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമാണ്. ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതാണ് ദൈവഹിതം എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത്. പലർക്കും നമുക്ക് ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ തന്നെ ജീവിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും. സാധിക്കുന്നുണ്ടോ? ഇത് സാധിക്കുന്ന കാര്യമാണോ? ഇത് മനുഷ്യൻ്റെ ശക്തിയാൽ അസാധ്യം. ഇത് മനുഷ്യൻ്റെ സ്വയശക്തിയാൽ അസാധ്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ ദൈവത്തിൻ്റെ പരിപൂർണഹിതത്തിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയുകയില്ല. എപ്പോഴും നന്മ ചെയ്യുവേൻ, എല്ലാവരോർക്കും ദീർഘക്ഷമ കാണിപ്പീൻ. ഒന്ന് പറയേണ്ട അതിന് മുമ്പേ ദേഷ്യം വരുന്ന ആളുകളെ അതെൻ്റെ ഒരു ബലഹീനതയാണെന്ന് പറയും. ഇല്ല, ഇതല്ല ദൈവഹിതം. നീ അങ്ങനെ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവവിധത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണം. അവൻ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. എന്നുള്ള കാര്യങ്ങളും കൂടെ വായിക്കുന്നത് വെളിപ്പെടുത്തപ്പെട്ട ദൈവം. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവഹിതത്തിൽ കഷ്ടം അനുഭവിക്കണം. അവനെ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കുവാനും വരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ വ്യത്യാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവഹിതം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. പലപ്പോഴും നമുക്ക് ദൈവഹിതത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തതിൻ്റെ കാരണം ഈ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിൽ തന്നെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. ആ തലത്തിൽ ഉയരണമെങ്കിൽ പ്രാർത്ഥിക്കാതെ തരമില്ല.
ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തിൽ, പരിപൂർണ ഹിതത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കണമെങ്കിൽ നാമൊക്കെ വളരെ തരം താണാണ് ജീവിക്കുന്നത്. അവൻ നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കണം. അങ്ങനെ തന്നെയാണ് വേദവസ്തം പഠിപ്പിക്കുന്നത്. അതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഏതാ സ്റ്റാൻഡേർഡ്? അവൻ ജീവിച്ചതുപോലെ ജീവിക്കുക, അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നോം. അതാണ് ആ സ്റ്റാൻഡേർഡ്. അങ്ങനെ ആരാ ജീവിക്കുന്നത്? അങ്ങനെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല, എക്സെപ്റ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ആ തലത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം, നമുക്ക് മുറുമുറുക്കുന്നതിൻ്റെ കാരണം, മുറുമുറുപ്പാണോ പിറുവിറുപ്പാണോ? പിറുവിറുപ്പ്. മുറുമുറുപ്പ് തമിഴാണ്. പിറുവിറുക്കുന്നതിൻ്റെ കാരണം, നമുക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം, ആകപ്പാടെ ചെറിയൊരു കാർമേഘം വരുമ്പോഴത്തേക്ക് എല്ലാം തകർന്നതിൻ്റെ കാരണം എന്താ? പ്രാർത്ഥനയുടെ കുറവ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട പരിപൂർണഹിതത്തിൽ ജീവിക്കണമെങ്കിൽ നാം വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യേശു കർത്താവ് ജീവിച്ചതുപോലെ അവനാണ് നമ്മുടെ മാനദണ്ഡം. സഹോദരന്മാരെ, സാധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാതെ തരമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവം ആത്മീയ കാര്യവും ചെയ്യുകയില്ല. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുകയില്ല. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പരിപൂർണഹിതം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്തിൻ്റെ ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കാതെ തരമില്ല. ഇനി അടുത്ത് വരും 2-3 ഇച്ചിരി കഠിനമായിട്ടുള്ള കാര്യമാണ്. പറയാതിരിക്കാൻ തരമില്ല, പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടതിന് ശേഷം വീട്ടിൽ പോയി ഈ കാര്യങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതം തിരുത്തി എഴുതുവാൻ തീരുമാനിക്കണം. ഇല്ല എങ്കിൽ വളരെ കണക്ക് പറയേണ്ടവരായി തീരും എന്നതിന് സംശയമില്ല. നാലാമത്തെ കാര്യം, ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിറവേറുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥനയിൽ പോരാടിയില്ലെങ്കിൽ, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിറവേറുകയില്ല. കർത്താവ് എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? യോഹന്നാൻ 15:16 എല്ലാവർക്കും അറിയാവുന്ന, മനപ്പാടം അറിയാവുന്ന വാക്യമാണ്. സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അത് ഉടനെ പറയും. എന്താ? യോഹന്നാൻ 15, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ആ വാക്യം നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമാണ്, എന്നാലും വായിക്കേണ്ട ആവശ്യമുണ്ട്. മനപ്പാടം അറിയാവുന്നേ ഉള്ളൂ. ആ വാക്യത്തിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ ചുരുക്കം. വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. അതും സത്യം മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ഒന്നും ജീവിതം ഇങ്ങനെ ആയിരിക്കുകയില്ല. അല്പം പോലും എനിക്ക് സംശയമില്ല. കാരണം നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഈ വാക്യം വായിച്ച് ഞാൻ അന്തിച്ചു പോയി. കാരണം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഫലം കായ്ക്കണം, നിലനിൽക്കുന്ന ഫലം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നതെന്നാണ്. ഞാൻ ഈ വാക്യം ഒരു 100 പ്രാവശ്യം വായിച്ചു, ഒരേ ഇരിപ്പിലിരുന്നുണ്ട്. 5 ഭാഷയിൽ വായിച്ചു നോക്കി. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയാണ് നിന്നെ ആക്കിയിരിക്കുന്നതെന്ന്. അങ്ങനെയല്ലയോ? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ഒരേ ഒരു വ്യവസ്ഥ, നിങ്ങൾക്ക് ഫലം കായ്ക്കണം. അത് നമുക്കറിയാം. ഫലം കായ്ക്കുന്നത് മരത്തെ നോക്കിയാൽ അറിയാം. ഫലം കായ്ക്കുന്നത് നൈസർഗികമാണ്. ഒരു മരം പോലും മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചൊന്നുമല്ല ഫലം കായ്ക്കുന്നത്. വളവും വെള്ളവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ ഫലം കായ്ക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. അങ്ങനെയാണല്ലോ. വളവും വെള്ളവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ നല്ല വിത്ത്. ഇത് ഇമ്പോർട്ടഡ് വിത്താണ് കേട്ടോ, സ്വർഗത്തിൽ നിന്ന് വന്ന വിത്താണ്. വിത്തിനൊന്നും കുഴപ്പമില്ല. നല്ല വിത്ത് ഫലവും വെള്ളവും വളവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രജയം, അങ്ങനെ പോകുന്നുള്ള ലിസ്റ്റ്. ആത്മാവിൻ്റെ ഫലം സകലരും പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ 3 കാര്യം പറഞ്ഞു. വെള്ളം, വളം, സൂര്യപ്രകാശം. വെള്ളം, വളം, സൂര്യപ്രകാശം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയുമായിരിക്കുമ്പോൾ ഫലം കായ്ക്കുന്നത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പല്ല് കടിച്ച് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാത്രം വിശ്വാസിയല്ലായിരുന്നു, ഇവനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ ചിലരൊക്കെ?
പല്ല് കടിച്ചല്ല, തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം. എന്തേ? തക്ക സമയത്ത് ഫലം കായ്ക്കണമെങ്കിൽ വളവും വെള്ളവും സൂര്യപ്രകാശവും കൃത്യമായി കിട്ടിയാൽ നൈസർഗികമായി ഫലം കായ്ക്കും. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ആർക്കങ്ങനെ സാധിക്കാൻ കഴിയും? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവ് മാത്രമേ പെർഫെക്റ്റായിട്ട് ആത്മാവിൻ്റെ ഫലം കായ്ച്ച് ജീവിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാം പരാജയപ്പെടുന്നു. കാരണം എന്താ? വെള്ളവും വളവും സൂര്യപ്രകാശവും കുറവ്. വിത്തിൻ്റെ കുഴപ്പമല്ല. അപ്പം യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ്, അതിനുവേണ്ടിയായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഫലം കായ്ക്കുന്നവർ, ആത്മാവിൻ്റെ ഫലം കായ്ക്കണം. പിന്നെ നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ നിലനിൽക്കുന്ന ഫലം എന്താ? ആത്മാക്കൾ എന്ന ഫലം. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം. ആത്മാക്കൾ എന്ന ഫലം, അതാണ് നിലനിൽക്കുന്ന ഫലം. റോമാലേഖനം 1:13 നമ്മൾ വായിക്കുന്നല്ലോ, നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകുമോ. ആത്മാക്കൾ എന്ന ഫലം നാം സമ്പാദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കൊറിയയിലെ സഭയെക്കുറിച്ച്, ചർച്ചിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താ? 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കൊറിയയിൽ വിരളയിൽ എണ്ണാനുള്ള പ്രൊട്ടസ്റ്റന്റ് എവാഞ്ചലിക്കൽ ചർച്ചസേ ഉള്ളായിരുന്നു. എന്താ സംഭവിച്ചത്? ഒരു നൂറ്റാണ്ട് കൊണ്ട് അവിടെ 40% വിശ്വാസികളായി. സഹോദരന്മാരെ, ആത്മാവിൻ്റെ ഫലം കായ്ക്കുക മാത്രമല്ല, ആത്മാക്കൾ എന്ന ഫലം നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗരാജ്യത്തിന് താക്കോൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. പത്രോസിനെ അല്ല ഏൽപ്പിച്ചത് കേട്ടോ. അടുത്ത അധ്യായത്തിൽ വായിക്കുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷത്തിലാണ് വായിക്കുന്നത് 18-ാം അധ്യായത്തിൽ. 16-ാം അധ്യായത്തിലാണ് പറഞ്ഞത് താക്കോൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ പറഞ്ഞു, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന്. ഞാൻ പറയട്ടെ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ആരോ ഒരാൾ നമ്മെ കർത്താവിലേക്ക് നയിച്ചു, നമുക്ക് വേണ്ടി സ്വർഗരാജ്യം തുറന്ന് തരപ്പെട്ടു. എന്നാൽ ആ താക്കോൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത്ര നാളിനിടയിൽ ആരെയെങ്കിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലം ആത്മാക്കൾ എന്ന ഫലം പോരാ. മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് ചോദിക്കാനും തരുവാൻ, ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയാണ്. ഞാൻ ഈ വാക്യം പിന്നെയും വായിച്ചു. ഞാൻ പറയട്ടെ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങോട്ടൊന്ന് വന്നേ, നീ ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നീ ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ നോക്കുമോ? ഒരു മനുഷ്യനും പറയാൻ പറ്റുകയില്ല. യേശു കർത്താവ് പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ, അത് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വരുന്ന ആഴ്ച പഠിക്കാം. ആ വ്യവസ്ഥ അനുസരിച്ച് എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ തരുവാനായിട്ട് തന്നെ നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ വാക്യം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കടലാസ് എടുത്തു. ചോസൺ ആൻഡ് അപ്പോയിൻറ്റഡ് എന്ന് എഴുതി. ചോസൺ ആൻഡ് അപ്പോയിൻറ്റഡ്. എന്നിട്ട് എൻ്റെ പേര് എഴുതി, മാത്യു പോൾ. ചോസൺ ആൻഡ് അപ്പോയിൻറ്റഡ്. ക്വാളിഫിക്കേഷൻ, ഫലം കായ്ക്കണം, ആത്മാവിൻ്റെ ഫലം. ജോബ് ഡിസ്ക്രിപ്ഷൻ, ആസ്കിങ് ആൻഡ് റിസീവിങ്. നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്, സ്വർഗത്തിൽ നിന്നൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ. എന്തുവാ? ചോസൺ ആൻഡ് അപ്പോയിൻറ്റഡ്. ജോബ് ഡിസ്ക്രിപ്ഷൻ, ആസ്കിങ് ആൻഡ് റിസീവിങ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ തരുവാനായിട്ട് തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കണമെന്നും അപേക്ഷിക്കുന്നതൊക്കെ അവൻ തരുവാനായിട്ട് തന്നെ നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുകയാണ്. അപേക്ഷിച്ചില്ലെങ്കിലോ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിറവേറുകയില്ല. യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ, അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുക, ആത്മാവിൻ്റെ ഫലം. യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക, അവൻ അപേക്ഷിച്ചതൊക്കെ പിതാവ് കൊടുത്തു. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം ലാസറിൻ്റെ കല്ലറയ്ക്കിൽ നിന്ന് പറയുക. എന്താ പറഞ്ഞത്? പിതാവേ, അവിടുന്ന് എൻ്റെ അപേക്ഷ കേൾക്കുന്നു, എപ്പോഴും കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഉറപ്പിലാണ് നാം ജീവിക്കേണ്ടത്. കർത്താവേ, അവിടുന്ന് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടാകണം. എപ്പോഴും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ അറിയുന്നു. ആ അറിവിൽ സകല വിശ്വാസികളും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ. ചിലപ്പം കേട്ടില്ലെന്നും വരും. അങ്ങനെയല്ല ഒരു ജീവിതമല്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞാൽ അവൻ ചെയ്യും. അവനുമായിട്ടുള്ള ഇൻറ്റിമസി, അവനുമായിട്ടുള്ള ഇരിപ്പാണ്. ഞാൻ പറയുന്നത് അവൻ ചെയ്യും, ചെയ്യാതിരിക്കാൻ തരമില്ല. അവൻ ചെയ്യുക തന്നെ ചെയ്യും. അവനോട് എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം,
കാരണം അവൻ്റെ ചിന്ത എനിക്കറിയാം, അവൻ്റെ ഹിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ദാവീദ് പറയുകയാണ്, അവിടുന്ന് ഒരു ഭവനം എനിക്ക് പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ധൈര്യം ലഭിച്ചിരിക്കുന്നു. ധൈര്യമായി പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണം. അവൻ വെളിപ്പെടുത്തും ഇന്ന വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. സഹോദരന്മാരെ, നമ്മെ ആക്കിയിരിക്കുന്നത്, നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജീവിതം പാടെ വ്യത്യാസമായി. സാധാരണ ഇത് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയും. അതിങ്ങനെയാണ്. ഇപ്പം ഞാൻ ഓടിക്കുന്ന കാറ് 7ാമത്തെ കാറാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന കാറ് ഏകദേശം ഒരു TVS 50യുടെ വില കൊടുത്താണ് വാങ്ങിച്ചത്. പഴയ മോഡൽ ഒരു ഫിയറ്റ് കാറാണ്. ആ കാറ് ഈ കാലം കൊണ്ട് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. ഒരിക്കൽ ഈ കാർ ഓടിച്ച് ഞാൻ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. 10 ദിവസം തീരുമാൻ വേണ്ടിയാണ് അഡ്മിറ്റായത്. ഒരു ഗാരാജിൽ കൊണ്ട് കയറ്റിയിട്ടു. ഗാരാജിൽ കയറ്റിയിട്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗാരാജിൻ്റെ ഉടമസ്ഥൻ വന്ന് എൻ്റെ കാർ എടുത്ത് വെളിയിലിട്ടു. കേരളമായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. ഭയങ്കര മഴ ഒരാഴ്ചത്തേക്ക്. 10 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ കാറിൻ്റെ അകത്ത് കയറിയിരുന്നു. മധുരയിൽ നിന്ന് എൻ്റെ അളിയനാണ് വണ്ടി ഓടിക്കാൻ വന്നത്. 12 മണിയാകുമ്പം കാറിൻ്റെ അകത്ത് കയറിയിരുന്ന 2:30 മണി വരെ എന്തെല്ലാം ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടാകുന്നില്ല. ഒടുവിൽ 2-3 മെക്കാനിക്കന്മാർ വന്നു. ഏതായാലും ഒടുവിൽ 2:30 മണിയാകുമ്പം കാറങ്ങ് സ്റ്റാർട്ടായി. അത് കഴിഞ്ഞ് വെളുപ്പിനെ 4:30 കോയമ്പത്തൂർ എൻ്റെ വീടിൻ്റെ പടിക്കലെത്തി. കാറ് പിന്നെയും സ്റ്റോപ്പായി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ 2 ദിവസം എടുത്തു. ഒടുവിൽ ഇരുമ്പായിട്ട് തൂക്കി വിൽക്കേണ്ടി വന്നു. അടുത്ത ദിവസം ഈ കാറിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കിയപ്പം കണ്ട അതിശയം, ഫാൻ ബെൽറ്റ് ഒരു നൂലായിരുന്നു. രാത്രിയിൽ വൈപ്പറില്ലാത്ത ഈ വണ്ടി വെച്ചുകൊണ്ട് എൻ്റെ അളിയനെങ്ങനെ ഓടിച്ചതെന്നുള്ളത് എനിക്കിപ്പോഴും അതിശയമാണ്. എന്നാൽ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി, ഓടാൻ വാങ്ങിയ വണ്ടി ഓടിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ തലവേദന ഉടമസ്ഥനില്ല. അന്ന് ഞാൻ പെട്ട പാട്. അർത്ഥപ്രാണനായിട്ട് തിരുമഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി കിടക്കുക. എൻ്റെ വണ്ടി ഓടുന്നില്ല. ഓടാൻ വാങ്ങിയ വണ്ടി ഓടിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ തലവേദന ആ ഉടമസ്ഥനില്ല. ഒരു ആത്മീയ പാഠം എന്നെ ദൈവം പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി ആക്കി വെച്ച ദൈവജനം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു തലവേദന ദൈവത്തിനില്ല. നമ്മൾ ദൈവത്തിൻ്റെ തലവേദനയായി മാറുകയാണ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ. സംശയം അല്പം പോലും ഇല്ല. വളരെ ഗൗരവമായി പറയേണ്ട ഒരു വിഷയം. ദൈവത്തിൻ്റെ തലവേദനയായി ദൈവജനം മാറിയിരിക്കുകയാണ്. ദൈവത്തെ തോൽപ്പിച്ചവരായി ദൈവജനം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ദൈവജനം ഇത്ര ആത്മീയ ഭൗതിക നന്മകളാൽ നിറയ്ക്കപ്പെട്ട ഈ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ തലവേദനയായി മാറി. കാരണം നാം പ്രാർത്ഥിക്കാതെ ദൈവം ഒരു ആത്മീയ കാര്യവും ചെയ്യുകയില്ല. നാം പ്രാർത്ഥിക്കാതെ യാതൊരു വാഗ്ദത്തങ്ങളും നിറവേറുകയില്ല. നാം പ്രാർത്ഥിക്കാതെ അവൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറുകയില്ല. നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ്. ഇതിനപ്പുറത്തൊരു വാക്യമില്ല.